ഹലോ, വെൽക്കം ടു കുക്കൂത്തല. ഇന്ന് നമ്മളൊരു വെറൈറ്റി പായസം ഉണ്ടാക്കാൻ പോകുന്നത്. വെറൈറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വെറൈറ്റി ഒന്നും അല്ല, ചെറിയതായിട്ട് കളറൊന്ന് ചേഞ്ച് ആവും. ഇത് നമ്മള് ഇവനെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം മെയിൻ ആള് സംഭവം സേമിയ പായസമാണ്, പക്ഷെ കളറിന് വേണ്ടിട്ട് നമ്മൾ ഇതങ്ങടെ ആഡ് ചെയ്യും. ഓക്കെ, ആഡ് ചെയ്തിട്ട് നോക്കാം, എന്നിട്ട് ലാസ്റ്റ് പേരിടുക. ഫസ്റ്റ് തന്നെ നമുക്കിത് ഈ സാധനം ചെറിയൊരു രണ്ട് പീസ് എടുത്തിട്ട് ഇത് ജ്യൂസ് ആക്കാം. ആയി നമുക്ക് ഇത് കുറച്ച് മതിട്ട്, അത് ഈ ഒരു കഷ്ണം മാത്രം മതി, അല്ലെങ്കിൽ ഭയങ്കര കളറായി പോയി പാവസം. ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ആണ് കേട്ടോ, എല്ലാവർക്കും അറിയായിരിക്കും, അതുകൊണ്ടാണ് പറയാഞ്ഞത്. അപ്പൊ ഇത് രണ്ട് കഷ്ണം നമുക്ക് ജ്യൂസ് അടിച്ചെടുക്കാം, കളറിന് വേണ്ടി മാത്രം. അതായത് നമുക്ക് ജ്യൂസ് അടിക്കാനായിട്ട് കിട്ടും. ഇതുണ്ട്, ഇപ്പൊ തന്നെ കളർ മാറിയിട്ടുണ്ട് ട്രെയിനില്. നമുക്കിത് കണ്ട കളറാണ്ട, നല്ല കിട്ടക്ക കളർ. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ആക്കാം. നമ്മളെ ഗ്യാസ് ഓൺ ആയിട്ട് നമുക്ക് പായസത്തിനുള്ള പാത്രം വയ്ക്കാം. ഇതിനകത്തേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. 1 ലിറ്റർ പാലുണ്ട് ഇപ്പൊ നമ്മൾ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ പാല് പൊന്തി പോകും. പാല് ഒരു വിധം തിളച്ചിട്ടുണ്ട്, അപ്പൊ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് സേമിയ ഇടാം. ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി, നിങ്ങൾ കട്ടയാവും. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണോട്ടോ, അല്ലെങ്കിൽ ഇത് അടി പിടിക്കും. ഇതിനകത്തേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര കുറച്ചിട്ടാൽ മതി, കാരണം വെച്ചാൽ മിൽക്ക് മെയ്ഡ് നമ്മൾ ചേർക്കുന്നുണ്ട്. പഞ്ചസാര കൂടുതലുള്ള ആൾക്കാരാണ് ഇവിടെ, അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പഞ്ചസാര കൂടുതലിടുന്നു. ഓയ്യോ, ഏലക്കായ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുക്കുക. കുറച്ചിട്ടാ, കാരണം മധുരം കൂടും. ആവശ്യമുണ്ടെങ്കിൽ ഇനി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഏലക്കായ ഇട്ട് കൊടുക്കുക. ഇനി ഇതേ നമ്മളെ മെയിൻ ഇൻഗ്രീഡിയന്റ് ഇട്ടാ, നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട് അടിച്ച് വെച്ചതുണ്ട്. അപ്പൊ അത് നമുക്ക് ഇത്രയും ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് ഒഴിച്ചിട്ട് നോക്കുക എങ്ങനെയുണ്ടെന്ന്. ഇത് നമ്മളെ പായസം പിങ്ക് കളറായിട്ടുണ്ട്. ചെറിയൊരു പേടിയുണ്ട് തിന്നാൻ പറ്റുന്നുള്ളത്, അവസാനം പറയുന്നത്. നമ്മളെ പായസം ഏകദേശം പിങ്ക് കളറായിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊക്കെ നമുക്ക് ഇടാം. നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് വറുത്തിടാം. കിട്ടുന്നില്ല. അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മൾ ഒരുമിച്ചിടാൻ നോട്ട് ഇളക്കുക. നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ കൂടി പായസത്തിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം.
ഇത് നമ്മളെ പിങ്ക് പായസം റെഡി ചെയ്യുന്നുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പിങ്ക് എന്ന് ഉദ്ദേശിച്ചൊന്നുമില്ല, ആ ഒരു ഒറ്റ ഇൻഗ്രീഡിയന്റ് മാത്രം ചേർത്തതിന്റെ വീട്ടിലാണ് പിങ്ക്, ബാക്കിയൊക്കെ സെയിം ആണ്. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചൂടാണ്, ഊതിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി. അപ്പൊ എല്ലാരും വീട്ടിൽ പോയിട്ട് ട്രൈ ചെയ്യാം. ഇനി നമ്മള് ഇതേപോലുള്ള നല്ല വീഡിയോസ് ആയിട്ട്, നല്ല വെറൈറ്റി വീഡിയോസ് ആയിട്ട് വീണ്ടും വരും. അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, എന്തായാലും ചെയ്ത് നോക്കാം.